ഞങ്ങളതായിട്ടുള്ള ലൈഫിനെ ഒന്നും പാടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ മാറ്റങ്ങൾ തുടങ്ങുന്നത് നമ്മളിൽ നിന്നാണ് എന്ന് പറയുന്ന പോലെ, തുടക്കത്തിൽ നിങ്ങൾ വീഡിയോ മോഡിലൊക്കെ വന്ന് തുടങ്ങുക. എന്നിട്ട് നമുക്ക് മാറ്റങ്ങളിലേക്ക് സെറ്റാക്കാന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നല്ലൊരു ടോപ്പിക്കാണല്ലേ. ഹെവൻലി ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സൂം മീറ്റിങ്ങിൽ വളരെ കുറച്ച് പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഇവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഈ ഹെവൻലി ലൈഫൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യമാണ്. എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള കാര്യമാണ്. ബട്ട് അതിനപ്പുറമായിട്ട് ഈ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മള് ചെയ്യുന്ന ഓരോരോ പ്രവർത്തനമാണല്ലോ പിന്നീട് നമുക്ക് പല ബുദ്ധിമുട്ടുകളായിട്ടും, പിന്നീട് നമുക്ക് പല പ്രശ്നങ്ങളായിട്ടും നമുക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആക്ഷനിൽ, നമ്മളുടെ ഓരോ തോട്ട്സിലുമുണ്ട് നമ്മളുടെ മാറ്റങ്ങളും, നമ്മളെ ലൈഫ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള സംഭവം എന്നുള്ളത്. അപ്പോൾ ഇപ്പം തന്നെ നമുക്കറിയാം എല്ലാവർക്കും വേണം. ബട്ട് അതിനു വേണ്ടി എന്തെല്ലാവരും ചെയ്യുന്നു എന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് ഹെവൻലി ലൈഫ് കൊണ്ട് നമ്മൾ ഓരോരുത്തരും മീൻ ചെയ്തിട്ടുള്ളത്? പല ആളുകൾക്കും സക്സസ് ആയിട്ടുള്ള ഒരു ലൈഫ് എന്നതുള്ളതാവാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഹാപ്പിനെസ് നിറഞ്ഞിട്ടുള്ള ലൈഫ് എന്നൊക്കെ ആവാം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വയത്തിനോട് തന്നെ ചോദിക്കാം, എൻ്റെ ഇപ്പോഴത്തെ ഒരു ജീവിത രീതി അല്ലെങ്കിൽ ഇപ്പം ഞാൻ മുന്നോട്ടേക്ക് പോകുന്ന ഒരു ലൈഫ് ഉണ്ടല്ലോ, ഈ ഒരു ലൈഫിൽ ഞാൻ ഹെവൻലി ലൈഫ് അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും പരിപൂർണമായിട്ടുള്ള ഒരു ജീവിതം എന്ന് ആഗ്രഹിക്കുമ്പോൾ എന്താണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്? അല്ലെങ്കിൽ ഏത് രീതിയിലൊരു ജീവിതമായിരിക്കും ആ ഒരു സ്റ്റേറ്റിലേക്ക് ഞാൻ എത്തുമ്പോൾ എന്നിൽ സാധ്യമാകുന്നത് എന്നൊരു സംഭവം നമ്മളെപ്പോഴും ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. എന്നിട്ട് ഇന്നത്തെ സെൽഫും ആ ഒരു ഫ്യൂച്ചറിലേക്ക് നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു സെൽഫ് ഉണ്ടല്ലോ, അത് തമ്മിൽ കമ്പയർ ചെയ്യുക. എന്തെല്ലാം കാരണങ്ങളാണ് അതിലേക്ക് എന്നെ എത്തിക്കാനുള്ളത്? ഞാൻ ഇനിയും അതിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്ന് നമ്മളിങ്ങനെ റീ എൻജിനീയറിംഗ് നടത്തുന്നതിലൂടെ, റീ തിങ്കിങ് നടത്തുന്നതിലൂടെ നമ്മളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ കണ്ടു തുടങ്ങും എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ മാറ്റത്തിൻ്റെ തുടക്കം സിമ്പിളാണ്. അത് നമ്മളുടെ തോട്ടിൽ നിന്നാന്നുള്ളതാണ്. നമ്മളൊന്ന് മാറി ചിന്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, മാറണം എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വരുന്നുണ്ടോ, എന്നാൽ നമ്മളിലേക്ക് ട്രാൻസ്ഫോർമേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പോസിബിളായി എന്നുള്ളതാണ്. ഇനി അവിടുന്ന് നമ്മളൊരു ആക്ഷൻ എടുത്ത് തുടങ്ങിയാൽ മതി. ആ ഒരു ചിന്തയല്ലേ അതിനെ നമ്മൾ മൂർച്ഛം കൂട്ടിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പല വേദാസുകളിലും പല ഖുർആനിക് വേഴ്സസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതായത് നീ എന്ന് പറയുന്നത് നിന്റെ ചിന്തയാണ്. നീ എന്ത് ചിന്തിക്കുന്നോ അതായിട്ട് നീ മാറുന്നു. നിന്റെ മനസ്സിനോട് നീ എത്രത്തോളം അടുത്തിരിക്കുന്നോ അത്രത്തോളം നീ അടുത്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. എന്താണ് ഇവിടൊക്കെ മീൻ ചെയ്യുന്നത്? എന്താണ് ഇവിടൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കിയേ. ഹെവൻലി ലൈഫിനെ പറ്റിയിട്ടല്ലേ ഇവിടൊക്കെ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് വേദാസുകൾ നമുക്ക് വന്നിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ ഇവിടെ വന്നിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ് പല ആളുകളെയും ല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട പല ആളുകളുണ്ടാവും. ഇമോഷണലി നമ്മളോട് കുറേ കാര്യങ്ങൾ, അതായത് അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നുലോളിച്ചിട്ട് ഇങ്ങനെ ഉണ്ട് ട്ടോ, അങ്ങനെ ഉണ്ട് ട്ടോ, അങ്ങനെ പറയുന്ന ആളുകളല്ല. നമുക്ക് പല പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അതിനെ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവാൻ വേണ്ടി എന്ത് ചെയ്യണം ഇങ്ങനെ സീക്ക് ചെയ്യണ സമയം ഉണ്ടാവൂലേ. അതായത് ചുറ്റുപാടും നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ഫിസിക്കലി ഞാൻ വളരെയധികം സ്ട്രെങ്ത് ആണ്. പിന്നെ എൻ്റെ ചുറ്റുപാടും പണത്തിനെ പറ്റി നോക്കുമ്പോൾ അതും എനിക്കൊരു ലിമിറ്റേഷൻ അല്ല. ബട്ട് എന്താണൊരു പ്രോബ്ലം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലെ മനസ്സാണ്. ഞാൻ പോലും അറിയാതെ എന്നിൽ കേറിയിട്ടുള്ള വളരെ നീറ്റലേറിയ പല ചിന്തകളും പല പ്രവർത്തനങ്ങളും കാരണം എന്നിൽ വന്നിട്ടുള്ള പല ആളുകളുടെയും സംസാരം കാരണം എന്നിൽ വന്നിട്ടുള്ള പല നീറ്റലുകളും നമ്മളിങ്ങനെ നീറിപ്പിക്കുന്നുണ്ടാവല്ലേ. നമ്മളെ പുറം തണുപ്പാന്നുണ്ടെങ്കിലും പുറത്തത്തെ അറ്റ്മോസ്ഫിയർ തണുപ്പാന്നുണ്ടെങ്കിലും അകമാകുന്ന നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ പൊള്ളി വെന്ത് നീറിക്കൊണ്ടിരിക്കുന്ന പല അവസ്ഥകളും നമുക്ക് വന്നിട്ടുണ്ടാവാം. ഈ അവസ്ഥകളിലൊക്കെ നമ്മൾ ശരിക്കും എന്താണ് സീക്ക് ചെയ്യുന്നത്? ഇതൊന്ന് മാറിത്തരണേ എന്നുള്ളതാണോ? അതിനപ്പുറമായിട്ട് നമ്മൾ പഴി പറയാണോ? ഇതിങ്ങനെ വന്നു പോയല്ലോ, എനിക്ക് മാത്രമാണോ ഇങ്ങനെ വന്നിട്ടുള്ളത്? എന്താണ് എൻ്റെ ലൈഫ് മാത്രം ഇങ്ങനെ വന്നിട്ടുള്ളത് എന്നുള്ളത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ലൈഫിൽ ഒരു പ്രോബ്ലം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ബാക്കിയുള്ള ആളുകളെ കുറ്റപ്പെടുത്താനോ നമ്മുടെ ക്രിയേറ്ററെ നമ്മൾ കുറ്റപ്പെടുത്താനോ ഒരിക്കലും പാടില്ല. നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുള്ളത്, അങ്ങനെ പ്രോബ്ലത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്തം നമ്മൾ മാത്രമാണ്. ഒന്ന് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാകും. ശരിക്കിലും ഈ ഒരു തോട്ടിൽ നിങ്ങളുടെ ലൈഫിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നിങ്ങൾ എപ്പോൾ തയ്യാറാകുന്നോ, അന്ന് മുതൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോരോ പ്രോബ്ലത്തിൻ്റെയും പാതി സൊല്യൂഷൻ കണ്ടു മാറി എന്നുള്ളതാണ്. അല്ലെങ്കിൽ പാതി പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് പ്രോബ്ലം വന്നാൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവൂലേ? അതിന് സൊല്യൂഷൻ എന്തുകൊണ്ടാവാം നമുക്ക് കിട്ടാത്തത്?
ആ ഒരു സൊല്യൂഷൻ എന്തുകൊണ്ട് നമുക്ക് ഓപ്പൺ ആവുന്നില്ല? അതിനുള്ള ഒന്നാമത്തെ ഉദാഹരണം അല്ലെങ്കിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ അതിന് റെഡിയല്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അതിനെ തന്നെ നമ്മളിങ്ങനെ നട്ട് വളർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് കുറേ വേണ്ടാത്ത തോട്ട്സ് കൊടുത്തിട്ട്, അതിൽ കുറേ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നയിച്ചിട്ട്, അതിൽ മാത്രം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് നമ്മളെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ പറ്റുള്ളൂ? നമ്മൾ പറയലുണ്ടല്ലേ, ഈ പൊട്ടക്കിണറ്റിലെ തവളനെ പറ്റിയിട്ട്. തവള എന്താ വീരവാദം നയിക്കുന്നത്? ഞാനൊരു പൊട്ടക്കിണറ്റിലെ തവളയാണ്. ഈ ഒരു കിണറെന്ന് പറയുന്നത് മാത്രമാണ് ലോകമെന്ന് പറയുന്നത്. ഇതിനപ്പുറം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വിഡ്ഢിയായിട്ടുണ്ട്. ആ കിണറ്റിൽ തന്നെ ജീവിതം എത്ര കാലമുണ്ടോ അത്രയും കാലം അവിടെ തന്നെ പഴി പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും അങ്ങനെയാണോ എന്ന് എപ്പോഴും നമ്മൾ ആലോചിക്കണം. പൊട്ടക്കിണറ്റിലെ ഒരു തവളയായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളത്. നമ്മുടെ ചുറ്റുഭാഗം നമ്മൾ കാണുന്നത് മാത്രമല്ല ലൈഫ് എന്ന് പറയുന്നത്. അതിനപ്പുറം കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ശരിക്കും നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ, മറ്റാളുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമുക്ക് മാത്രമാണ് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നമായിട്ട് മാറുന്നത്. എന്തുകൊണ്ട്? നമ്മളുടെ ഒരു കുഞ്ഞിക്ക അവയർനെസ്, ഈ ഒരു കുഞ്ഞിക്ക മൈൻഡിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആലോചിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഹെവൻലി ലൈഫിലേക്കൊക്കെ മാറാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ, എന്താണ് ഹെവൻലി ലൈഫ്? എന്താണ് ഹെവൻ എന്ന് പറയുന്നത്? നമുക്ക് വേണ്ടതായിട്ടുള്ള ഓരോരോ കാര്യങ്ങളും വേണ്ട സമയത്ത് വേണ്ട പോലെ നമുക്ക് കിട്ടൂലേ? നമ്മൾ അതാണല്ലോ അറിഞ്ഞിട്ടുള്ളത്. ഈ സ്വർഗ്ഗത്തിനെ പറ്റിയൊക്കെ പല പ്രവാചകന്മാരും അല്ലെങ്കിൽ പല വേദാസുകളിലൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ എന്താണ് സ്വർഗം എന്ന് പറയുന്നത്? സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പം മുതലേ പല മതപഠന ക്ലാസ്സുകളിലായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. എന്താണ്? നിങ്ങൾക്ക് വേണ്ടത് എന്താണോ ആ ഒരു തോട്ട് ലെവലിൽ പോലും നിങ്ങൾ ചിന്തിക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിന്നിലേക്ക് അട്രാക്ട് ചെയ്ത് തുടങ്ങുന്നു. അപ്പം തന്നെ അത് പോസിബിൾ ആയിട്ട് മാറുന്നു. അങ്ങനെയുള്ള ലൈഫല്ലേ നമ്മളും ഇവിടെ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നത്. എൻ്റെ ലൈഫിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുമ്പോഴത്തേന് എനിക്ക് കിട്ടണം. എൻ്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്യുന്ന പല പ്രോബ്ലംസും പല ഡ്രോബാക്കുകളും പ്രോബ്ലം അല്ലാതായിട്ട് മാറണം എന്നൊക്കെയല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ഒരു വേൾഡിൽ നമ്മൾ എത്രത്തോളം നമ്മൾ ഹെവൻലി ലൈഫ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞോ, അത് നമുക്ക് ഇയർ ആൻഡ് ഇയർ ആഫ്റ്റർ എന്ന് പറഞ്ഞ പല മതങ്ങളിലും പറയുന്നുണ്ട്. ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്ററിൽ പല ജീവിതങ്ങളുണ്ട് എന്നുള്ളത്. അവിടെയും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമ്മളാകുന്ന ഈ ഒരു സെൽഫിന് ഇവിടെ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ കിട്ടിയോ, എന്തെല്ലാം തോട്ട്സുകൾ കിട്ടിയോ അതനുസരിച്ചല്ലേ അവിടെയും നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ എത്രത്തോളം എക്സ്പാൻഡായി ചിന്തിക്കണം. നമുക്ക് ക്രിയേറ്റർ തന്നിട്ടുള്ള ഒരു കഴിവിനെ, നമുക്ക് എന്തെല്ലാമാണോ കഴിവിനെ തന്നത്, ആ കഴിവുകളെ എല്ലാം നമ്മൾ പരിപോഷിക്കുകയല്ലേ വേണ്ടത്. എന്ത് കഴിവാണോ എനിക്കുള്ളത് ആ ഒരു കഴിവിനെ പരിപോഷിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്ന് ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ എവിടെ നമുക്ക് പ്രോബ്ലംസ് വരാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് ഒരു സ്വൈര്യമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റാത്തതിൻ്റെ ഒന്നാമത്തേതായിട്ടുള്ള റീസണ് നമ്മൾ പല വേണ്ടാത്ത കാര്യങ്ങളിലും ഇടപെട്ടിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ലൈഫിലൊരു പ്രോബ്ലം വന്നോ, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നാലോചിച്ചിട്ട് പൂർണ്ണമായിട്ട് പരിപൂർണ്ണമായിട്ട് നമ്മുടെ സെൽഫിലേക്ക് നമ്മൾ വിശ്വാസം അർപ്പിച്ചിട്ട് നമ്മൾ മുന്നോട്ടേക്ക് ആക്ഷൻ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുമ്പോഴല്ലേ അത് സൊല്യൂഷൻ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. അന്നേരം നമ്മൾ ആ ഒരു സ്ഥലത്തെ തന്നെ സ്റ്റക്ക് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുക? ഒരു മാറ്റം പോസിബിൾ ആവില്ല അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം എന്താണ്? എന്ത് തന്നെ ഡ്രോബാക്കുകൾ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാലും ഇതല്ല ഞാനെന്ന് പറയുന്നത്. ഇത് ബൈ മിസ്റ്റേക്ക് കൊണ്ട് എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ളതാവാം. ബട്ട് ഇതിനെ ഓവർകം ചെയ്തിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എനിക്ക് വേണ്ടതായിട്ടുള്ള ഒരു ലൈഫില്ലേ, ആ ലൈഫിലേക്ക് ഓരോ നിമിഷവും ഞാൻ എത്തിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് ആക്ഷൻ എടുത്തിട്ട് പോവുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അതിനുള്ള സ്പിരിറ്റും അതിനുള്ള കഴിവും നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ കാണുന്ന ഈ ഒരു ഫിസിക്കൽ ബോഡി അതിനുള്ളിൽ ശരിക്കലും ഒരു ഒരു മൈൻഡിനെ നമുക്കൊരു ചെറിയൊരു കുട്ടിനെ പോലെ കൺസിഡർ ചെയ്താലോ? ഒരു ചെറിയ കുട്ടി, അതായത് നിങ്ങൾ കാണുന്ന ഈ ഒരു ബോഡീൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കുട്ടിപ്പാട് ഇരിക്കുന്നുണ്ടെന്നൊക്കെ അത് നമുക്ക് മനസ്സെന്ന് വിളിക്കാം. ആ ഒരു ചെറിയ കുട്ടി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് കൊണ്ടല്ലേ, ആ ഒരു ചെറിയ കുട്ടിൻ്റെ കഴിവെന്താ അറിയോ? പാവത്തിന് എന്തില്ല, മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയില്ല. അതായത് തൻ്റെ
ഉമ്മ അല്ലെങ്കിൽ അവൻ്റെ പാരന്റ് തന്നെ എന്താ നമ്മളെ ബോഡി എന്താണോ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, അതിനുള്ള റിസൾട്ട് ആ കുട്ടിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതായത് നിരന്തരമായിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ പിന്നീട് ഒരു വേണ്ട കാര്യങ്ങൾ നമ്മൾ കേറ്റുമ്പോൾ പിന്നെ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് ഈ ഒരു സമയത്ത് ഇപ്പം നമ്മൾ ഈ ക്ലാസ്സൊക്കെ നിങ്ങൾ കേട്ടിട്ട് നല്ലൊരു ഇൻസ്പയർ ആയിട്ട് ലൈഫിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരണം എന്നിങ്ങനെ ആലോചിച്ചിട്ട് നിങ്ങളിങ്ങനെ പോവാണ്. എന്നിട്ട് നാളെ എന്തായാലും 5 മണിക്ക് എണീക്കണം. എന്നിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യണം. യോഗാസ് അല്ലെങ്കിൽ പ്രാണായാമ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. എന്നിട്ട് എൻ്റെ ശ്വാസത്തിലേക്കൊക്കെ ശ്രദ്ധിക്കണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങി. പക്ഷേ രാവിലെ പലപ്പോഴും നമുക്ക് എണീക്കാൻ പറ്റാറുണ്ടോ? അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും നമുക്ക് ഫേസ് ചെയ്യാറില്ലേ? പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യാറില്ലേ? ചില നേരത്ത് നമുക്കറിയില്ല ഈ ഫോൺ ഇങ്ങനെ നോക്കിയിരിക്കൊന്നും വേണ്ട. കുറച്ച് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് എത്ര പ്രാവശ്യം നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡയബറ്റിക്സ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഷുഗർ കഴിക്കരുത് എന്നുള്ളതാണ് അവർ ആഗ്രഹമെന്നുണ്ടെങ്കിലും പക്ഷേ ഷുഗർ നമ്മളോലും അറിയാതെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ളതല്ലാത്തൊരു ഫുഡ്, ഫാസ്റ്റ് ഫുഡോ അല്ലാന്നുണ്ടെങ്കിൽ കാർബൺ അല്ലെന്നുണ്ടെങ്കിൽ പല വേണ്ടാത്ത കെമിക്കൽ നിറഞ്ഞിട്ടുള്ള ഫുഡ് നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമുക്കെന്താണ് അതിനോടുള്ളൊരു ഇഷ്ടം കൂടിയിട്ട് അത് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോഴൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്താണ് അവിടെ നമ്മളെ തടഞ്ഞു നിർത്തുന്നതായിട്ടുള്ള സംഭവം? അവിടെയാണ് നമ്മൾ ഈ ഒരു കുട്ടിയിലേക്ക് എത്തേണ്ടത്. നമ്മൾ ഇത്രയും കാലം എങ്ങനെയാണോ നമ്മളെ നെർച്ചർ ചെയ്ത് കൊണ്ടേയിരിക്കുന്നത്, ഇത്രയും കാലം എന്താണോ നീ കണ്ടത്, എന്താണോ നീ കേട്ടത്, എന്താണോ നീ സംസാരിച്ചത്, ഇതിനനുസൃതമായിരിക്കും നിന്റെ ഉള്ളിലെ ആ ഒരു മനസ്സ്, ആ ഒരു കുഞ്ഞ് വളർന്നുകൊണ്ടേയിരിക്കുന്നത്. നിന്നോട് പറയാണ്, നിന്നെക്കൊണ്ടൊന്നും ഒന്നും പറ്റൂല. നിന്നെക്കൊണ്ടൊക്കെ ഇത്രേ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അത്രയേ ഉള്ളൂ. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഫിയർ എന്ന് പറയുന്നത്, ഭയം എന്ന് പറയുന്നത് ശരിക്കിലും നമ്മൾ പുറത്തുള്ള സംഭവമായിട്ട് ആലോചിച്ച് നോക്കുക. നമ്മൾ ഫിസിക്കലി നമുക്കൊരു അസുഖം വരികയെന്ന് വെച്ചോളൂ. നമ്മളെന്താ ചെയ്യുക? മരുന്ന് കഴിച്ച് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യൂലേ? അതുപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് നമുക്കുള്ള ഫിയർ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ആശയം 4 ആളുകളുടെ മുന്നിൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫിയർ വന്നിട്ടുണ്ട്. ആ ഫിയർ നമ്മളൊരു കുഞ്ഞു കുട്ടിയില്ലേ ഉള്ളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള അതിന് ബാധിച്ച ഒരു അസുഖമാണ്. ആ അസുഖത്തെ നമ്മൾ എത്രത്തോളം ട്രീറ്റ് ചെയ്യുന്നു. അതിന് ട്രീറ്റ് ചെയ്യാൻ നമ്മൾ വലിയ ആനക്കാരൊന്നും ചെയ്യേണ്ടതില്ല. ഇതുപോലെ സെഷൻ അറ്റൻഡ് ചെയ്തതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഓരോ സമയവും ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങളിങ്ങനെ ഇരിക്കണം. എന്നിട്ട് നിങ്ങൾ തന്നെ ആലോചിക്കണം. ഞാൻ എൻ്റെ ലൈഫിൽ ബെസ്റ്റ് പെർഫോമർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതുള്ളത്? ബെസ്റ്റ് പെർഫോമർ എന്ന് പറയുമ്പോൾ കാട്ടിക്കൂട്ടലുകളല്ല. എന്നിലൂടെ സ്വയം സംഭവിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് പല സെഷനുകളിലും പല പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലും നിങ്ങൾ പറയലുണ്ടാവും, നിങ്ങൾ ഷോൾഡറൊക്കെ കറക്റ്റ് ഇരിക്കണം, ഐ കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, നിങ്ങൾ നടക്കുമ്പോൾ ലെഗ് അത്യാവശ്യം രീതിയിലൊക്കെ നടക്കണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ശരിക്കിലും എവിടുന്നാണ് ഈ ഒരു സംഭവത്തെ എടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യഥാർത്ഥമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി മുന്നിലൂടെ നടന്നു പോകുമ്പോൾ ആ വ്യക്തി ആ രീതിയിലാണ് നടക്കുന്നത്. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ നടന്ന കോൺഫിഡൻറ്റ് എന്ന് നമ്മൾ ബിൽഡ് ചെയ്തില്ലേ? ശരിക്കിലും ആ ഒരു വ്യക്തിയുടെ ഉള്ളില് ഇന്നർ വേൾഡില് അദ്ദേഹം കോൺഫിഡന്റ് ആയപ്പോ ഔട്ടർ വേൾഡിൽ റിഫ്ലക്ട് ചെയ്ത സംഭവമല്ലേ അദ്ദേഹത്തിന്റെ കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളും ശരിക്കും പെർമനന്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ പോസിബിൾ ആവാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആ ഒരു ഇന്നർ വേൾഡിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരുത്തി എന്നുള്ളതാണ്. കോൺഫിഡന്റ് കൊണ്ടുവരേണ്ടത് എവിടെയാണ്? നമ്മൾ ഈ നൃത്തത്തിലോ കാര്യങ്ങളിലോ അല്ല. അതിനപ്പുറമായിട്ട് നമ്മൾ ഉള്ളിൽ നമ്മൾ കോൺഫിഡന്റ് വരുമ്പോൾ തനിയെ സംഭവിക്കുന്ന ഒരു നാച്ചുറലി പ്രതിഭാസമാണ് അതെന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എപ്പോഴും മൂർച്ഛം കൂട്ടേണ്ടതായിട്ടുള്ള, എപ്പോൾ നമ്മൾ ഷാർപ്പൺ ചെയ്യേണ്ടതായിട്ടുള്ളത് നമ്മൾ ഇന്നർ ആയിട്ടുള്ള സ്ട്രെങ്ത് ആണ്. എത്രത്തോളം നിങ്ങളെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, അത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു വേൾഡിനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേയിരിക്കാൻ പറ്റും. അത്രത്തോളം നിങ്ങൾക്ക് ഇവിടെ ആസ്വദിച്ച് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം നമ്മളെ ഒരു ഉള്ളിൽ നമ്മൾ മിനുക്കിക്കൊണ്ടേയിരിക്കുക. ഉള്ളിൽ മാത്രം നമ്മൾ പണിയെടുത്താൽ മതി. അവിടെയാണ് ജലാലുദ്ദീൻ റൂമിനെ ഗ്രേറ്റ് മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്, ഇന്നലെ വരെ ഞാൻ ചുറ്റുപാടും ചേഞ്ച് ചെയ്യണം, ആളുകളുടെ തോട്ട്സ് ഒന്നും റെഡി അല്ലല്ലോ, എന്നിലേക്ക് അവരെന്താ നെഗറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ ഇട്ട് തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ മാറ്റാൻ പോയപ്പോൾ എന്നിലൊരു മാറ്റവും സാധ്യമായില്ല. എന്ന് ഞാൻ എൻ്റെ അകത്തെ നന്നാക്കിയോ, എൻ്റെ ഉള്ളിലോട്ട് ഞാൻ ചേഞ്ച് പോസിബിൾ ആകിയോ, അന്ന് എന്നിൽ മാറ്റങ്ങൾ പോസിബിളായി എന്നുള്ളതാണ്. അന്ന് എന്നിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. സോ ഇന്നു മുതൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം കുറച്ച് മീ ടൈം, അതായത് എന്ന് പറയുന്ന മീ ടൈം നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കാം. ഈ മീ ടൈം കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നൈറ്റോ അല്ലെങ്കിൽ മോർണിംഗോ 24 ഹവർ നമുക്ക് കിട്ടുന്നില്ലേ? ഈ 24 ഹവറിൽ ചെറിയൊരു ഭാഗം നമ്മൾ നമ്മുടെ സെൽഫിന് മാറ്റിക്കൊണ്ടേയിരിക്കുക. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമുക്ക് തല എന്ന് പറയുന്ന സംഭവമുണ്ട്, ഹൃദയം എന്ന് പറയുന്ന സംഭവമുണ്ട്. ഹൃദയത്തിൽ നിന്നാണ് നമുക്ക് പ്രണയം പോലത്തെ മാധുര്യം നിറഞ്ഞ സംഭവങ്ങൾ നമുക്ക് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്. കാരണം ഹൃദയത്തിന് അതേ നൽകാൻ പറ്റുള്ളൂ.
മധുരം നിറഞ്ഞ ഓരോരോ സംഭവങ്ങളും ഹൃദയത്തു നിന്നാണ് വരുന്നത്. പക്ഷേ ഈ തലേന്ന് വരുന്ന സംഭവം എന്താ പറയുക, ഡൗട്ട്, ഫിയർ, എന്നെക്കൊണ്ട് അത് നടക്കുമോ, അതേപോലെ തന്നെ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ നമ്മളുടെ ബ്രെയിൻ ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയും ഈ ബ്രെയിനിൻ്റെയും ഹാർട്ടിൻ്റെയും ബാലൻസ് ആണ് ഒരു വ്യക്തി തൻ്റെ ലൈഫിൽ കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. ഈ ഹാർട്ടിൻ്റെ ബാലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഏറ്റവും അതായത് ഹാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഡിവൈൻ ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള പ്രണയ ആധിപത്യമായിട്ടുള്ള രീതിയിൽ പോകുന്നതാണ്. അതും നമ്മളുടെ ബ്രെയിനും പാടി നമ്മൾ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് യുക്തിപരമായിട്ട് ചിന്തിച്ചിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഇതിൻ്റെ ഒരു ബാലൻസിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ട് ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ യുക്തി കൊണ്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ എന്താണ്, യുക്തി മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരുള്ളൂ. സ്പിരിച്വാലിറ്റി ചിന്തിക്കുമ്പോൾ എന്താണ്, അത് മാത്രം നമ്മളിലേക്ക് വരുള്ളൂ. ബട്ട് നമുക്ക് ഈ ഒരു ഹെവൻലി വേൾഡിൽ ഈ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടും ഇവിടെ ജീവിക്കണ്ടേ. നമുക്ക് എപ്പോഴും എയറിൽ പോകുന്ന അവസ്ഥ മാത്രമല്ലല്ലോ. പല ആളുകളും നമ്മൾ സെഷനിലൊക്കെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഇങ്ങനെ അനുഭവം കിട്ടി, അങ്ങനെ അനുഭവം കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനപ്പുറമായിട്ട് ഓരോരോ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും ഹൈ എനർജി നിങ്ങൾ നമ്മളെ നേച്ചറിൽ നിന്ന് കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഉള്ളിലേക്ക് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു എനർജിനെ നിങ്ങൾ ഓരോ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടും നിങ്ങൾ പല ഇപ്പം നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ ഇങ്ങനെ ഓരോ അറിവുകൾ കേട്ടിട്ട് പല സെഷൻസ് എടുക്കാനാം, അല്ലാന്നുണ്ടെങ്കിൽ പല ആളുകൾക്കും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറൊക്കെ നിങ്ങൾ തന്നെ ആയിട്ടുണ്ടാവാം കണ്ടിന്യൂ നമ്മൾ സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഓരോരോ പ്രവർത്തനത്തിലേക്ക് യൂസ് ചെയ്യാം. ഒരിക്കലും നമ്മൾ ആ ഒരു വേൾഡിൽ മാത്രം ഇരുന്ന് പോകരുത്. ഗ്രൗണ്ടഡ് ആയിട്ടും ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ പരിപൂർണതയിലേക്ക് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് ടൈം കണ്ടെത്തുക. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുക, എന്തെല്ലാം ലിമിറ്റേഷനാണ് ഞാൻ എന്ന് പറയുന്ന സെൽഫ് ഫേസ് ചെയ്ത് കൊണ്ടേയിരിക്കുന്നത് എനിക്കുള്ളത്. അതായത് എന്നെ ബെസ്റ്റ് പെർഫോമർ ആക്കിയിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നിങ്ങൾ എങ്ങനത്തെ ലൈഫാണ് ആഗ്രഹിക്കുന്നത്, ഏത് രീതിയിൽ നിങ്ങൾ ആവണം എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ലൈഫിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എന്തെല്ലാം ആക്ഷൻ എടുക്കണം എന്ന് നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ്. ഈ ആക്ഷൻ എടുക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള സംഭവം എന്താണ്, നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ ആ ഒരു ആക്ഷൻ നമ്മൾ ചുറ്റുഭാഗം മൊത്തം ഉപകാരപ്രദമായിട്ട് മാറുന്നതാവണം. അതായത് നിങ്ങൾക്കും നിങ്ങളുടെ സൊസൈറ്റിക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം ആയിരിക്കണം എന്നുള്ളതാണ്. അതിനപ്പുറമായിട്ട് യൂസ്ഫുൾ ആവുന്നതിനപ്പുറമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഓരോരോ കാര്യങ്ങളും എടുത്തുകൊണ്ടേ ഇരിക്കേണ്ടതെന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കേണ്ടതുമായിട്ടുള്ള സ്പിരിറ്റ് എന്ന് പറഞ്ഞത് എന്താണ്, കോൺഫിഡൻ്റ് എന്ന് പറയുന്നതാണ്. ഞാൻ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഭൂമിയിലേക്ക് പിറന്ന് ജന്മമെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബിഹൈൻഡ് നമ്മൾ വിശ്വസിക്കുന്നതായിട്ടുള്ള ഒരു ക്രിയേറ്റർ ഉണ്ട് അല്ലേ, ഒരു ദൈവമുണ്ട് അല്ലേ നമുക്കെന്ന് പറയുന്നത്. ഈ ഒരു ക്രിയേറ്റർ എന്ന് പറയുന്നത് അത്യാനന്തരികം അല്ലാന്നുണ്ടെങ്കിൽ അനന്തമായ ശക്തിയുള്ള ഒരു വ്യക്തിത്വം, ഒരു അനന്തമായ ശക്തിയുള്ള ഒരു എനർജി സോഴ്സ് നമുക്ക് പറയാൻ പറ്റും. ആ ഒരു എനർജി നമ്മൾ ഹോൾഡ് ഓൺ ചെയ്തിട്ട് എൻ്റെ കൂടെ എന്നിൽ ലയിച്ച് ചേർന്നിട്ട് എൻ്റെ ക്രിയേറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ആർക്കാണ് ആ ഒരു വ്യക്തിയെ തടഞ്ഞു നിർത്താൻ പറ്റുക, ആർക്കാണ് ആ ഒരു വ്യക്തിയെ സ്റ്റോപ്പ് ഓൺ ചെയ്യാൻ പറ്റുക, ഒരിക്കലുമില്ലല്ലേ. അപ്പോൾ നമ്മൾ അൺസ്റ്റോപ്പബിൾ ആയിട്ട് മാറുക എന്നുള്ളതാണ്. കാരണം ഏതൊരു വ്യക്തിയേക്കാളും നമ്മൾ പിടിച്ചിട്ടുള്ളതായിട്ടുള്ള പിടി നമ്മൾ ഉയർന്ന സെൽഫിനെയാണ് അല്ലേ, അല്ലെങ്കിൽ ഹയർ സെൽഫിനെയാണ് അല്ലേ, ഹയർ ക്രിയേഷനെയാണ് അല്ലേ. ഒരിക്കല് പ്രവാചകര്, അതായത് പ്രവാചകർ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകരുണ്ട്. ഈ പ്രവാചകന് പ്രബോധനം കിട്ടി. പ്രബോധനം എന്ന് പറയുമ്പോൾ എന്താണ്, ലോകത്തിൽ മൊത്തം ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യണം എന്ന് ഒരു പ്രബോധനം ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് പ്രവാചകന് കിട്ടി. അപ്പോൾ പ്രവാചകനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അന്നേരം പ്രവാചകന് എന്താണ് ആലോചിച്ചിട്ടുണ്ടാവുക. അതായത് ലോകത്തുള്ള ഇതുവരെ മനസ്സിലാക്കാത്ത പല വ്യക്തികളുമുണ്ട്. ആ വ്യക്തികളിലേക്ക് ഞാൻ പുതുതായിട്ടുള്ള ഒരു ആശയം, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ആശയത്തെ നിലനിർത്താൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ് എന്ന് പ്രവാചകന് മുന്നോട്ടേക്ക് പോകുമ്പോൾ പ്രവാചകന് അവിടെ കിട്ടിയിട്ടുള്ള കോൺഫിഡൻ്റ് എന്തായിരിക്കാം. അത്രയും ഡ്രോബാക്കുകൾ തൻ്റെ ലൈഫിൽ വന്ന് നിൽക്കുമ്പോഴും മുന്നോട്ടേക്ക് പോകാൻ വേണ്ട സ്പിരിറ്റ് എന്തായിരിക്കാം. അവിടെയാണ് പറയുന്നത്, എനിക്ക് എൻ്റെ കൂടെ എൻ്റെ ക്രിയേറ്റർ ഉണ്ട്, എൻ്റെ ക്രിയേഷൻ ഉണ്ട് എന്ന ഒരു തോട്ടിലൂടെ ഐ ആം ദ ക്രിയേറ്റർ ഓഫ് ദ ഗ്രേറ്റ് ക്രിയേഷൻ. ഒരു വലിയ ക്രിയേഷൻ്റെ വലിയ ക്രിയേറ്റർ, ഒരു ക്രിയേഷനാണ് നമ്മളെന്ന് നമ്മളെപ്പോലും ആലോചിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കോൺഫിഡൻറ്റ് വർദ്ധിക്കും. നമുക്ക് നമ്മളുടെ ഓരോരോ പ്രവർത്തനവും ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതാണ്. അവിടെയാണ് ക്രിയേറ്ററോടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ, നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ന്യൂനതകളെല്ലാം പരിഹരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പരിപൂർണതയിലേക്ക് എത്തിത്തുടങ്ങുമ്പോൾ നിങ്ങൾ അവിടെ മനസ്സിലാക്കുന്ന സംഭവം എന്താണ്,
ഞാൻ എന്നെ സ്നേഹിച്ചിട്ടും എനിക്ക് മതി വരുന്നില്ല. അങ്ങനെ നമ്മൾ സ്നേഹത്തിൽ പരിപൂർണ്ണമായിട്ട് ഇങ്ങനെ ചാലിച്ച് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന സംഭവമല്ലേ, ഈ സ്നേഹിക്കാനും ഇത്ര തോനെ എനിക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുള്ളതായിട്ടുള്ള സംഭവം എന്താണോ, ആ ഒരു സംഭവത്തിലേക്ക് നയിക്കപ്പെട്ടതായിട്ടുള്ള കാരണം എന്താണോ, ആ കാരണത്തെ നമ്മൾ തേടിപ്പോവില്ലേ? ആ കാരണം എന്ന് പറയുന്നത് നമ്മളെ ക്രിയേറ്റർ അല്ലേ? ആ ക്രിയേറ്റർ അല്ലേ നമുക്ക് എപ്പോഴും നമ്മളെ സ്നേഹിക്കുമ്പോൾ, നമ്മൾ നമ്മളെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കുന്നതിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ഹെവൻലി ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഹെവൻലി ലൈഫിലേക്ക് എത്തണോ നമ്മൾ നമ്മളെ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മറ്റുള്ളവർ എന്നോട് ഇങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ അവരെന്നോട് ഇങ്ങനെ പെരുമാറി എനിക്ക് ബുദ്ധിമുട്ടായി ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കാംനെസ്സിലേക്ക് എത്തും. കാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഒരു പരിപൂർണമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും റിലാക്സ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണല്ലേ, ഈ അവസ്ഥയിലേക്ക് എത്തും. ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രവർത്തനത്തിനും പതിനായിരക്കണക്കിന് പ്രവർത്തനം ചെയ്യുന്നതായിട്ടുള്ള ഇമ്പാക്റ്റ് നമുക്കിവിടെ സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ചില ആളുകൾ നമ്മൾ ഒരു ചെറിയ തലോടലുകൾ നമ്മൾ തലോടുന്നുള്ളൂ അല്ലേ, ആ തലോടുമ്പോൾ നമ്മളെ പല പ്രശ്നങ്ങളും നമുക്ക് മാറുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. ചില ആളുകൾ നമ്മളോട് ചെറിയ രീതിയിലൊന്ന് പറയുന്നുള്ളൂ, സാരല്ല മോളെ ഒന്ന് മുന്നോട്ടേക്ക് പോകും, അതൊക്കെ മാറിക്കോളും എന്നുള്ളത്. പക്ഷെ ആ ഒരു വർത്താനത്തിനുണ്ടല്ലേ, നമ്മൾ അത്രയും നമ്മൾ പിടിച്ചു നിർത്തിയതായിട്ടുള്ള പല കാരണം നമുക്ക് ലയിച്ച് പോകുന്നതായിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എപ്പോഴും നമ്മൾ പറയുന്ന പോലെ നിങ്ങൾക്ക് എപ്പോഴാണ് പരിപൂർണമായിട്ട് ഒരു സാധനത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ ഏറ്റവും വെയിറ്റുള്ള സംഭവമായിട്ട് മാറുമ്പോൾ, നല്ല ഹാർഡൻ ആയിട്ടുള്ള സംഭവമായിട്ട് മാറുമ്പോൾ നമുക്കൊരിക്കലും അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് പോസിബിൾ അല്ല, കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അന്നേരം വെയിറ്റ്ലെസ് ആയിട്ട് മാറുമ്പോൾ എത്ര നമ്മൾ അതിലേക്ക് ലയിച്ച് ചേരൂലേ, നമ്മൾ പ്രകൃതിയിലേക്ക് ലയിച്ച് ചേരൂലേ. അതുപോലെ തന്നെ നമ്മളെ ഉള്ളിൽ പല തോട്ട്സുകൾ കൊണ്ട് നമ്മൾ പല ഭാരങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഭാരങ്ങളൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്തൊഴിവാക്കുന്നതിലൂടെ എങ്ങനെ നമുക്ക് എടുത്തൊഴിവാക്കാൻ പറ്റും? ആ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു പാരന്റിനെ പോലെ നമ്മൾ നമ്മളെ നർച്ചർ ചെയ്ത് കൊണ്ടേയിരിക്കുക. നമ്മളെ നമ്മളൊരു പാരന്റ് ആക്കിക്കൊണ്ടേയിരിക്കുക. ആ പാരന്റ് ആരെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മളെന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞിനെ തന്നെയാണ്. ആ ഉള്ളിലത്തെ കുഞ്ഞിനെ, അത് നമ്മളൊക്കെ നോക്കണ്ടില്ലേ, നമ്മുടെ കുട്ടിയെ മറ്റു ഉപദ്രവങ്ങളിൽ നിന്നിട്ടും മറ്റാളുകളുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യലുണ്ടല്ലേ. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഗോസിപ്പ് കാര്യങ്ങൾ പറയുന്നതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ളൊരു ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോവാണോ, അതിൽ നിന്ന് നിങ്ങളങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്നിട്ട് പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രം പോരാ, ഞാൻ എൻ്റെ സെൽഫിനെ ഉയർച്ചയിലേക്ക് എത്തിക്കും എന്നൊരു പരിപൂർണമായിട്ടുള്ള കാര്യങ്ങൾ എന്താക്കിയിട്ട് സീക്ക് ചെയ്ത് കൊണ്ടേയിരിക്കുക, അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക. ഞാൻ എങ്ങനെ എൻ്റെ സെൽഫിനെ വളർത്തിക്കൊണ്ടേയിരിക്കാം. ഈ വളർച്ചയിലൂടെ മറ്റാളുകൾക്കും സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ നമ്മളെ മനസ്സിലാക്കിയിട്ടാണ് യാത്രയിൽ പോകുന്നത്. നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾ നമ്മളെ ക്രിയേറ്ററെ മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത്. നമ്മൾ ഒരു ക്രിയേറ്ററെ ഒരു ക്രിയേഷൻ ആവുന്ന പോലെ തന്നെ മറ്റു ആളുകളും ക്രിയേറ്റർ ഒരു ക്രിയേഷൻ ആയിട്ടുള്ളതാണ്. സോ നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നതിലൂടെ ചുറ്റുഭാഗത്തെ മൊത്തം മനസ്സിലാക്കാൻ പറ്റും. ഇതുവരെ നമ്മൾ അവരിൽ ആരിലും കാണാത്തതായിട്ടുള്ള പല ബ്യൂട്ടികളും നമ്മൾ കണ്ടു തുടങ്ങും എന്നുള്ളതാണ്. ഈ ഫിസിക്കലായിക്കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും കാണുന്നുണ്ടല്ലേ, അതിനപ്പുറമായിട്ട് ഹൃദയത്തിനൊരു കണ്ണുണ്ട്. ആ ഒരു കണ്ണുകൊണ്ട് നമ്മളൊരു കാര്യത്തെ കാണുമ്പോൾ കുളിർമയുള്ളതല്ലാതെ ആ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ഹൃദയത്തിൻ്റെ കണ്ണ് എപ്പോഴാണ് ഉണരുക? എപ്പോൾ നമുക്ക് ആ കണ്ണിനെ ഉണർത്താൻ പറ്റുള്ളൂ? ആ കണ്ണിനോട് സ്നേഹത്തിലൂടെ മാത്രം. ഹൃദയത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹത്തിലൂടെ മാത്രമാണ് ആ കാണുന്നത്, ആ കാഴ്ച എന്നുള്ളത്. സോ ആ കാഴ്ചയെ നമുക്ക് ഉണർത്താൻ പറ്റുന്നത് നമ്മൾ സ്നേഹം നമ്മളിൽ വരുമ്പോൾ മാത്രമാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ പറയുന്ന സ്നേഹം ഒരിക്കലും ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയോട് തോന്നുന്ന അട്രാക്ഷനോ ഹോർമോണൽ കാര്യങ്ങൾ കൊണ്ടുള്ളത് ഒരിക്കലുമല്ല ട്ടോ. നമ്മൾ പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള, ഡിവൈൻ ആയിട്ടുള്ള, ട്രൂത്ത് ആയിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ നമ്മളെ മനസ്സിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മളെ പറ്റി കംപ്ലീറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമുക്കുള്ള കഴിവുകളെയും നമ്മളുടെ അനന്തതയും നമ്മൾ കംപ്ലീറ്റ് അറിയുന്നതിലൂടെ നമുക്ക് എന്താക്കാൻ പറ്റും? നമ്മളെ സെൽഫിനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സെൽഫിനെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആ കുഞ്ഞെ നമ്മൾ നല്ല രീതിയിൽ നെർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് എന്തൊരു കാര്യത്തെയും നമ്മളെ ഉള്ളിലെ അകമാകുന്ന ലോകത്ത്, നമ്മുടെ ഉള്ളാകുന്ന മനസ്സിൽ നമ്മൾ വലിയ കൊട്ടാരങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പുറത്ത് ചെറിയ കുഞ്ഞു കുടിലുകളാണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, നമ്മൾ പല സെഷനിലും ഉണർത്തുന്ന പോലെ, ഹൗ ഐ ക്യാൻ ഫീൽ ഇറ്റ്, എങ്ങനെ എനിക്കതിനെ ഫീൽ ചെയ്യാൻ പറ്റും എന്ന് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക. ആ ഫീൽ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തിൽ ചെയ്യാൻ പറ്റും? നമുക്ക് നല്ലൊരു പരിപൂർണ ഒരു മനസ്സിലേക്ക് നമുക്ക് എത്തപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്.
അപ്പോൾ ഇതിൻ്റെയൊക്കെ പരിപൂർണ്ണത നമുക്ക് വളരെ പെട്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് നമ്മുടെ സെഷനൊക്കെ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. നമ്മളുടെ പെയ്ഡ് സെഷനുകളിലും പേഴ്സണൽ മെന്ററിങ്ങിലൊക്കെ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരൊറ്റ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ടാണ്. ഓക്കെ. എങ്ങനെ നമുക്ക് നമ്മുടെ മൈൻഡിനെ നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു കുഞ്ഞി കുട്ടീനെ നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞു കുട്ടി ഉണ്ടെന്ന് വെച്ചാല്, ആ ഒരു മനസ്സിനെ നമ്മൾ ഇത്രയും കാലം എങ്ങനെയാണോ നോക്കിയിട്ടുള്ളത്, അങ്ങനെയാണ് ആ കുട്ടി വളർന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിന്ന് ഇനി എങ്ങനെ ആ കുട്ടീനെ നമുക്ക് മാറ്റി ചിന്തിപ്പിക്കാൻ പറ്റും? മനസ്സിനെ എങ്ങനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും? ഒരിക്കലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മോട്ടിവേഷണൽ സെഷൻസ് അല്ല. ട്രാൻസ്ഫോർമേഷൻ ജേർണിയാണ്. അപ്പം എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. മെഡിറ്റേഷൻ പോലത്തെ 12 റീപ്രോഗ്രാമിംഗ് ടൂളുകൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇതിലൂടെ നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞില്ലേ ഒരു കനം കൂടി നമ്മളെ ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള വെയ്റ്റ്‌ലെസ് ആയിട്ടുള്ള നമ്മളാക്കിയിട്ട് നമ്മളെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? മാജിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ. എന്നാല് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സെഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലി അറിയിക്കണം. വിട്ടു പോകരുത് ട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നമുക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്തോളൂ. നമുക്കതിനെ ഒരു ഇൻ ഡെപ്തിലേക്കൊക്കെ ഡിസ്കസ് ചെയ്യാം ട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് സെഷനിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഇതിനെ പോലെ തന്നെ നല്ലൊരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്.